ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി നമ്മുടെ വീട്ടിലേക്ക് പോകാനുള്ളൊരു തത്രപ്പാടിലാണ് കേട്ടോ. അപ്പം മഴയ്ക്കൊരു കുറവുണ്ടായിരുന്നു, മഴയും കൂടി നേരത്തെ ഇങ്ങ് വന്നു കേട്ടോ. അങ്ങനെ ഇനിയിപ്പം പെട്ടെന്ന് വീട്ടിൽ പോകണമല്ലോ, യാത്രയൊക്കെ പെട്ടെന്ന് തീർന്നല്ലോ എന്നുള്ളൊരു വിഷമത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും വണ്ടിയിലേക്ക് തിരിച്ച് കയറുന്നത്. അങ്ങനെ മഴയുടെ കുറവ് പരിഹരിക്കാനെ കൊണ്ട് കൃത്യസമയത്ത് നമുക്ക് മഴയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ദാണ്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് അടൂരേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ വഴിക്കായിരുന്നു അതിഗാഠമായ ഒരു വിശപ്പും കാര്യങ്ങളും ഒക്കെ വന്നത്. നേരെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി, പന്തളത്തുള്ളൊരു റെസ്റ്റോറൻ്റ് ആട്ടോ. പേരും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അങ്ങനെ നമ്മളിവിടെ വന്നിരുന്ന് ഫുഡ് ഓർഡർ ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മൾ സമയമില്ലാത്ത സമയത്ത് വന്നുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല, തീരെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വന്നപ്പോഴത്തേനും ഒരു 4 മണി 4:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഫുഡ് കിട്ടുമെന്ന് തന്നെ സംശയമായിരുന്നു. എന്തായാലും നമ്മൾ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്കും നമ്മുടെ മന്തി ഇവിടെ റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല സുഖമുണ്ടായിരുന്നു, കഴിക്കാൻ അതിലേറെ സുഖമുണ്ടായിരുന്നു. അപ്പോൾ ആതിഥ്യ മര്യാദയോട് കൂടി നമ്മൾ ഫുഡ് അങ്ങോട്ട് സെർവ് ചെയ്യാനെ കൊണ്ട് പോകാം കേട്ടോ. അപ്പോൾ അതാണ്ട് റൈസും വിളമ്പി ചിക്കൻ്റെ ഒരു പീസും ഒക്കെ എടുത്ത് ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ്ട് ഇതിനകത്ത് പറയാതിരിക്കാൻ പറ്റാത്തൊരു സംഭവം എന്താണെന്നറിയാമോ? ഫുഡ് നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു, അതിലേറെ ടേസ്റ്റായിരുന്നു കേട്ടോ. അവിടെ ഒരു ചെറിയ ബൗളിലിരിക്കുന്നതാണ്ട് ഈ ചുമന്നിയൊരു സാധനം, ഇത് നമ്മുടെ വറ്റൽമുളക് ഇട്ട് വെച്ച ചമ്മന്തിയാണോ അച്ചാറാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും സംഭവം സൂപ്പറായിരുന്നു, കിടുവായിരുന്നു, അടിപൊളിയായിരുന്നു. ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ചു. അൺലിമിറ്റഡ് റൈസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, ഇനി ഒരു ലൈമൂടെ കഴിച്ചിട്ട് എഴുന്നേക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ചു മടുത്തിട്ട് എഴുന്നേക്കാൻ അങ്ങോട്ട് തീരെ വയ്യാത്തൊരവസ്ഥയിൽ അവിടെ കുറച്ചധികം നേരം കുത്തിപ്പിടിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.